ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ വാർഡുകൾ പഠനോപകരണ വിതരണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരോപണം. MLAയുടെ നടപടിക്കെതിരെ LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിൽ നിന്ന് ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകൾ ഒഴിവാക്കിയെന്നാണ് LDF കൗൺസിലർമാരുടെ പരാതി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പഠനോപകരണ വിതരണ പദ്ധതിയിലാണ് LDF വാർഡുകൾ ഉൾപ്പെടുത്താതിരുന്നതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. 10 ടോക്കൺ വീതം ഓരോ കൗൺസിലർമാർക്ക് ഈ MLA കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 13 കൗൺസിലർമാരെ ഒഴിവാക്കിയിട്ടാണ് ഈ 10 ടോക്കൺ വീതം ഓരോ വാർഡിൽ ഇന്നലെ പരിശോധിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വാർഡിലെ 13 കൗൺസിലർമാരെ ഇടതുപക്ഷ 13 കൗൺസിലർമാരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളുടെ വാർഡുകളിൽ നിന്ന് അദ്ദേഹം ഇലക്ഷന് വോട്ട് കിട്ടിയിട്ടില്ല. അത് ഇടതുപക്ഷത്തിന് മാത്രമാണ് ആ വാർഡിൽ വോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ മാത്രം ഒഴിവാക്കി എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്തു? ഓരോ വാർഡിൽ നിന്നുമായി 10 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകുന്ന പദ്ധതിക്കായി വാർഡ് കൗൺസിലർമാർക്ക് 10 കൂപ്പണുകൾ വീതം വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരെ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുകയോ കൂപ്പണുകൾ നൽകുകയോ ചെയ്തില്ലെന്നാണ് ആരോപണം. കൗൺസിലർമാരെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഇത്തരം പരിപാടി വിഭാവനം ചെയ്തത്. പ്രത്യേകിച്ചും ഒരു പരിപാടി ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ ആ പ്രദേശത്തെ ഒരു കൗൺസിലറെ അതിൽ വിളിക്കാറുണ്ട്. പൊതുവെ അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പരിപാടി വയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ കൗൺസിലർമാരെ വിളിക്കാൻ പരിപാടികൾ നടത്തുന്നത്. പക്ഷേ ഇത് തികച്ചും ആ വാർഡിലെ കൗൺസിലർ ഒരു LDF ആണ് എന്നതുകൊണ്ട് ആയിരിക്കണം ആ ആരെയും കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പൊതുജനങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും സമാഹരിച്ച തുകയുടെയും ചെലവിന്റെയും കണക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇത്തരം പരിപാടികൾ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയായി മാറ്റാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും LDF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി.